ഹായ് എല്ലാവർക്കും പെരുന്നാൾ വിഷു ആശംസകൾ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, ഡ്രാഗൺ ഫ്രൂട്ട് നടണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കോൺക്രീറ്റ് കാല് വേണം. അപ്പോൾ ഞാനിവിടെ 6 അടി നീളത്തിലുള്ള ഒരു കോൺക്രീറ്റ് കാലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരടി താഴ്ചയിൽ അതിനൊരു കുഴി എടുക്കണം. അങ്ങനെ നമ്മളെ കുഴി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാല് ഇതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഇത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിച്ചിട്ടുള്ളൊരു കോൺക്രീറ്റ് കാലാണ്. 6 അടിയിലുള്ള കാല്. ഇതിന് മുകളിലായിട്ട് 2 ഹോൾസ് ഇട്ടിട്ടുണ്ട്. 12 mm കമ്പി കയറുന്ന 2 ഹോൾസാണ്. അപ്പോൾ നമുക്കിനി ഈ കോൺക്രീറ്റ് കാല് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇത് സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഐറ്റം കാലല്ല. അത് കുറച്ചും കൂടിയൊക്കെ ബലത്തിൽ കമ്പിട്ടിട്ടാണ് അവർ സാധാരണ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. 7 അടിയിലാണ് അത് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് 600 രൂപയോളം വില വരും. അപ്പം എനിക്ക് അത്ര സ്ട്രോങ് ഉള്ളത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് സാധാരണ നമ്മൾ വേലിക്കൊക്കെ വെക്കുന്ന ഒരു കാലാണ്. അതിൽ 5 അടി 6 അടിയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ 6 അടിയിൽ ഞാൻ ഹോൾസ് ഇടിച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി തന്നതാണ്. ഇതിന് എനിക്കിവിടെ 270 രൂപയാണ് വില ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മണ്ണിട്ട് ടൈറ്റ് ചെയ്യുക. ഇതിൽ കല്ലൊന്നും ഇടരുത്. കല്ലിടാതെ ഈ മണ്ണ് മാത്രം ഇതിലേക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് കമ്പിപ്പാര വെച്ചിട്ട് നമുക്കിത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മണ്ണ് മാത്രം ഇട്ട് ടൈറ്റ് ചെയ്യുമ്പം ഇത് ശരിക്ക് ടൈറ്റ് ആവും. ഒരിക്കലും പിന്നെ ഇത് ഇളകൂല. മഴ പെയ്താലൊന്നും. നമ്മൾ കല്ലിട്ടിട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ അത് പിന്നീടൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും. നമ്മൾ ഈ മണ്ണ് തന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ഉറപ്പിലവിടെ ഇരിക്കും. അതുപോലെ തന്നെ പില്ലർ നല്ല കറക്റ്റ് തൂക്കത്തിലായിരിക്കണം. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് നിൽക്കരുത്. ഇപ്പോൾ പില്ലർ നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ മണ്ണ് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അത് നമ്മൾ ഈ പാര കൊണ്ട് ഇടിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പം ഇത് നല്ല ഉറച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാവിയിൽ നീങ്ങും. ഇപ്പോൾ കണ്ടോ, ഒരനക്കമില്ല. നല്ല ടൈറ്റിലാണ് പില്ലറിയിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ചുറ്റിലും ഒന്ന് കളച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു തയ്യേ വെക്കുന്നുള്ളൂ. ചിലർ ഇതിൻ്റെ 4 ഭാഗത്തും തൈ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റുഭാഗം ഒന്ന് കളച്ചിട്ട് 4 ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുക. ഒന്നാണ് വെച്ച് കൊടുക്കുന്നതെങ്കിലും ഇങ്ങനെ കളച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരു തൈ ആണെങ്കിലും അത് ചുറ്റിലും നിറഞ്ഞു വരും. അപ്പോൾ ചുറ്റുഭാഗവും കളച്ച് ഒന്ന് ഓതപ്പെടുത്തി കൊടുക്കുക. പില്ലറിനെ അടുപ്പിച്ച് നമ്മൾ കളക്കണ്ട. കാരണം പില്ലർ ഇളകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചുറ്റിലും ഒന്ന് ഓതപ്പെടുത്തിയതിന് ശേഷം ഇനി ഞാനിപ്പോൾ ഒരു തൈയാണ് വെക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തൈക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കുഴി എടുക്കുകയാണ്. കുഴി എടുത്ത് നമുക്കതിലേക്ക് വളം ചേർത്ത് കൊടുത്ത് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ സാധാരണ വളപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നടാറുള്ളത്. പിന്നീട് ഞാൻ ഒക്കെ കുറേശ്ശെ പിന്നെ ചേർത്ത് കൊടുക്കലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ തവണ എല്ലാം ചേർത്ത് കൊടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ തന്നെ തൈയിട്ടതാണ്. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് ഞാനിവിടെ തൈയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആയി. അപ്പോൾ അത് നടാൻ എനിക്കൊരു സമയം ഒത്തു വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിന് കാര്യമായിട്ട് വളമൊന്നും ചേർത്തിട്ടില്ല. ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കും, അത്ര മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു കരുത്തൊന്നും ഇല്ലാതെ. ഇത് തണലത്തായിരുന്നു, വെയിലത്തൊന്നും അല്ല വച്ചിട്ടുള്ളത്.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ മരത്തിലേക്ക് ഈ കോൺക്രീറ്റ് കാലിലേക്ക് ഇത് കൊടുത്ത് നന്നായിട്ട് വളമൊക്കെ ചെയ്യണം. അപ്പം ഉഷാറായിട്ട് വന്നോളും. അപ്പോൾ ഇതിലേക്ക് ഇതിങ്ങനെ കുറച്ച് വളർന്നത് കൊണ്ട് ഒന്ന് കയറെടുത്ത് കെട്ടി കൊടുക്കേണ്ടി വരും. ചെറിയ തൈയാകുമ്പോൾ നമുക്കതിൻ്റെ ചോട്ടിലവിടെ വെച്ച് കൊടുത്താൽ മതി. ഇതിന് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട്, പൂവൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് കൂടുതൽ ആഴ്ത്തി വെക്കണ്ട. ഇത് വെള്ളം മഴക്കാലമൊക്കെ വന്ന് വെള്ളം നിന്നാൽ ചീഞ്ഞു പോകാനുള്ള ഒരു പ്രവണത ഉള്ളൊരു പ്ലാന്റാണ്. അപ്പം നമ്മളിത് ഏതാണ്ട് ഒരു ലെവലിൽ ഇട്ടാൽ മതി. ഭൂമിയുടെ നിരപ്പിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. വലിയ കുഴിയായിട്ടൊന്നും എടുക്കണ്ട. ഇപ്പം കൊടും വേനലാണ്. അപ്പം നമ്മൾ നന്നായി നനച്ച് ചെറുതായിട്ടൊരു പൊതയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോകുന്നൊരു ചെടിയൊന്നും അല്ല ഇത്. അപ്പോൾ ഇനി നമുക്കിതിന് ഒരു മുകളിൽ ഒരു ടയർ വെച്ച് കൊടുക്കണം. ഇതിനിപ്പോൾ ഞാൻ 2 ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ടയറുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ടയർ ഞാൻ 4 ഹോൾസ് എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ടയർ കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 ഹോൾസ് ഇട്ട്. ഇത് ഹോൾസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഹെവി ടയറാണ്. അപ്പോൾ ചൂടാക്കി വെക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനുള്ളിൽ കമ്പിയാണ്. അപ്പോൾ ഡ്രില്ലുണ്ടെങ്കിൽ അത് ഏറ്റവും സുഖം. നമുക്ക് ഡ്രില്ല് വെച്ചിട്ട് 12 mm കമ്പിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഡ്രില്ല് വെച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നാളെ തുള അവരോട് ഇടിച്ചാൽ ഏറ്റവും എളുപ്പം അതാണ്. ഇനി നമുക്കിത് നമ്മളെ പില്ലറിലുള്ള കമ്പിയിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ടയർ നമുക്ക് ആക്രി കടയിൽ ഏത് ഐറ്റം വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. ഈ ടയർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നിട്ട് ഈ ടയറിലാണ് പിന്നെ ഈ നമ്മളെ ഈ പ്ലാന്റ് നിൽക്കുന്നത്, ടയറിൻ്റെ ആ ബലത്തിൽ. അപ്പോൾ കമ്പിയൊക്കെ കുറച്ച് വിലയുള്ളത് കൊടുക്കുക. കാരണം ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ വന്നിട്ട് താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അങ്ങനെയാണ് ഈ പ്ലാന്റ്. ടയറൊക്കെ നമുക്ക് പിന്നീട് വെച്ച് കൊടുത്താലും മതി. കാരണം നമ്മൾ പ്ലാന്റ് നട്ടതേ ഉള്ളൂ, ഇനി അത് മേലോട്ട് വരണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ പണിയും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.